ഇപ്പോൾ വിജയ്ക്ക് പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. ഇത്രയും വലിയ ആൾക്കൂട്ടം സംഭവിക്കുമ്പോൾ അവിടെ ഒരു ദുരന്തം ഉണ്ടാകില്ല എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം അത് വിജയ്ക്കാണ്, TVK നേതൃത്വത്തിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ ഉത്തരവാദിത്തം അവിടുത്തെ സർക്കാരിന്, അവിടുത്തെ പോലീസിനാണ്. ഇത്രയും വലിയ ആൾക്കൂട്ടം ഇതിനു മുൻപും ഉണ്ടായെങ്കിൽ എന്ത് ക്രമസമാധാന ഉത്തരവാദിത്തം അവർ നിറവേറ്റിയെന്ന് വിശദീകരിക്കേണ്ടത് തമിഴ്നാട് സർക്കാർ തന്നെയാണ്. അക്കാര്യത്തിലും സംശയമില്ല. അതേസമയം വളരെ പ്രസക്തമാകുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ചെന്നൈ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഒരു വലിയ നിരീക്ഷണം നടത്തിയില്ലേ? ഇത്രയധികം ആളുകൾ എത്തുമ്പോൾ വലിയ അപകടമുണ്ടാകില്ലേ? പൊതു സ്വത്തിനും ആളുകൾക്കും ജീവൻ നഷ്ടമുണ്ടാകില്ലേ? രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുൻകൂറായി ഒരുപക്ഷെ സംഭവിച്ചേക്കാവുന്ന പൊതുമുതൽ നാശത്തിന് പണം ഈടാക്കിയൂടെ എന്നടക്കം ഹൈക്കോടതി വളരെ കൃത്യമായി ഈ സാഹചര്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അതിന് പിന്നാലെയാണ് ഈ അപകടം. അതാണ് ഒരു വലിയൊരു മൈതാനത്ത് വലിയൊരു സ്റ്റേജ് കെട്ടി വലിയ സുരക്ഷാ സംവിധാനം. നമ്മുടെ നാട്ടിലും പൊതുയോഗങ്ങൾ, വലിയ പൊതുയോഗങ്ങൾ, ഇതിന് 10,000-ൽ കൂടുതൽ പേര് പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളാണ്. പക്ഷേ അത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനവും വിജയുടെ പരിപാടിക്കില്ലായിരുന്നു. അദ്ദേഹം വരുന്നു, കാരവാനിൽ നിന്നും സംസാരിക്കുന്നു. അപ്പോൾ ആളുകൾ വിജയെ കാണാൻ വേണ്ടിയിട്ട് തിരക്കുകയാണ്. അങ്ങനെയാണ് ഈ വലിയൊരു ദുരന്തമുണ്ടായത്. ഇപ്പോൾ ഈ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും CPM തമിഴ്നാട് ഘടകങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂരിലേക്ക് എത്തും. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും കരൂരിലേക്ക് തിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയും അവിടെ ചെന്നൈയിലുള്ള മന്ത്രിമാരും മന്ത്രിസഭാ യോഗം ചേർന്നുണ്ട്. ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. 34 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. വൈകുന്നേരം ഉണ്ടായ ആ ദുരന്തത്തിൽ 7 കുട്ടികൾ, 17 സ്ത്രീകൾ, 10 പുരുഷന്മാർ, അങ്ങനെ 34ആണ്. 2 പേരുടെ കൂടെ മരണം പറയുന്നു. പക്ഷേ ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടികളും സ്ത്രീകളും വയോധികരും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 58 പേർക്ക് പരിക്കുണ്ട്. അതിൽ 12 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടുത്തെ 2 മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രിയിലുമായിട്ടാണ് ഇപ്പോൾ പരിക്കേറ്റവരും മരിച്ചവരെയും അവിടെ ഉള്ളത്. ബന്ധുക്കളെല്ലാം തന്നെ അലമുറയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാം. പുതിയ ദൃശ്യങ്ങൾ അത് ഞെട്ടലുണ്ടാക്കുന്നതാണ്, സങ്കടകരമാണ്. അതേസമയം ഇതൊരു രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നു എന്നതാണ് അത്യന്തം ആശങ്കാജനകമായ കാര്യം, ദൗർഭാഗ്യകരമായ കാര്യം. ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിരവധി ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉദയം. ആ അർത്ഥത്തിൽ അയാളെ കാണാൻ വരുന്ന ആളുകളാണ്. അതിനിടയിലാണ് ഇങ്ങനെ വലിയൊരു ദുരന്തമുണ്ടാകുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ നിരീക്ഷണം അത് വളരെ ശ്രദ്ധേയമാകുന്ന ഒന്നുകൂടിയാണ്. ഹൈക്കോടതി ഉന്നയിച്ച ആശങ്ക എന്നത് റാലിയിൽ ഇത്രയേറെ ജനം അണിനിരന്നാൽ അത് അപകടത്തിന് കാരണമാകില്ലേ? ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താകും സ്ഥിതി എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ആൾക്കൂട്ടത്തെ കണ്ടുള്ള ആശങ്ക അത് തമിഴ്നാട്ടിൽ പൊതുവിലുണ്ടായിരുന്നു, മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. നേരത്തെ KB ശ്രീധരനും റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഈ കരൂരിലെ ദൗർഭാഗ്യകരമായ അപകടം സംഭവിച്ചത്. അവിടെ 2 പ്രധാനപ്പെട്ട പ്രശ്നമാണുള്ളത്. ഒന്ന്, തമിഴക വെട്രി അധ്യക്ഷൻ വിജയ്ക്ക്, ഈ നേതൃത്വത്തിന് പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. ഇത്രയും ആളുകൾ എത്തുമ്പോൾ അപകടമുണ്ടാകും എന്ന സാമാന്യ യുക്തി എന്തുകൊണ്ടവർ പ്രയോഗിച്ചില്ല? അതിനെന്ത് ക്രമീകരണം ഏർപ്പെടുത്തി? രണ്ടാമത്തെ, ഇത്രയും ആളുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ 10,000 പേർക്ക് പെർമിഷൻ എടുത്തു എന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട്. 10,000 പേർക്ക് അപ്പുറം വരുന്നതൊക്കെ കണ്ടതാണല്ലോ. അങ്ങനെയെങ്കിൽ പോലീസ് എന്ത് ചെയ്തു എന്നതും വളരെ പ്രധാനമാണ്. അങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആശുപത്രിയിലുള്ള നേരത്തെ അക്ഷയ് ചോദിച്ച വിവരത്തിന് കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരുത്തിയിൽ നിന്ന് 24 ഡോക്ടർമാരെ എത്തിക്കാൻ ആദ്യഘട്ടത്തിൽ ഇടപെടലുണ്ടായിട്ടുണ്ട്. സേലത്ത് നിന്ന് 20 ഡോക്ടർമാരെ കൂടി എത്തിക്കാനുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. കൂടുതൽ ഡോക്ടർമാരെയും ആരോഗ്യ സംവിധാനത്തെയും വിന്യസിക്കാനുള്ള ശ്രമം ആശുപത്രിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുക ദുരന്തവുമായി ബന്ധപ്പെട്ട്.